ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 10ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 5 അധ്യായം 1 പ്രയാണം. ഈ യൂണിറ്റിൽ 2 അധ്യായങ്ങളാണ് ഉള്ളത്. ഇതോടുകൂടി 10ാം ക്ലാസിന്റെ കേരള പാഠാവലി പുസ്തകം മുഴുവനും തീരുകയാണ്. ഈ യൂണിറ്റിനകത്ത് തന്നിരിക്കുന്ന 2 അധ്യായങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മലയാളത്തിന്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ മുളങ്കാട് എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പ്രയാണം എന്ന പേരിൽ നൽകിയിരിക്കുന്നു. രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് സുബോധ് ജാവദേക്കറിന്റെ മാനവമിത്രം മറാഠി ശാസ്ത്രകഥകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് കാളിയത്ത് ദാമോദരനാണ്. അപ്പോൾ നമുക്ക് ഈ 2 അധ്യായങ്ങളുമാണ് പഠിക്കാനുള്ളത്. ഈ 2 അധ്യായങ്ങളുടെയും പൊതുവായ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, അത് മാനവരാശി, അതായത് മനുഷ്യകുലം ഇന്നുവരെ നേടിയിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും പുരോഗമനങ്ങളെക്കുറിച്ചും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ചിട്ടുള്ള പുരോഗതിയെക്കുറിച്ചും മറ്റും പ്രസ്താവിക്കുന്ന 2 അധ്യായങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായിട്ട് നമ്മുടെ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പരസ്പര സ്നേഹത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെയുള്ള നിരവധി അധ്യായങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിനകത്ത് തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ എന്നിവയെല്ലാം കണ്ടു അല്ലേ? ഇപ്പോൾ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ ഇന്ന് ജീവിക്കുന്ന തരത്തിലുള്ള ഒരു സമൂഹവും ഒരു ജീവിതവും കെട്ടിപ്പടുത്തത്, അതിന് എത്തരത്തിലാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒക്കെ അവനെ സഹായിച്ചത്, അല്ലെങ്കിൽ നിരന്തരമായ അധ്വാനത്തിലൂടെ എങ്ങനെയാണ് മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്ര വലിയ ഒരു പുരോഗതി കൈവരിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്ന, പഠിപ്പിക്കുന്ന 2 അധ്യായങ്ങളാണ് നമ്മൾ ഈ അവസാനത്തെ യൂണിറ്റിൽ പരിചയപ്പെടുന്നത്. ഇതിൽ നിന്ന് പ്രയാണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുൻപ് യൂണിറ്റിന്റെ ആമുഖമായിട്ട് കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്. അത് സഹോദരൻ അയ്യപ്പന്റെ സയൻസ് ദശകം എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ശ്രദ്ധിക്കുക. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിനു തൊഴുന്നു ഞാൻ. വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസിനു തൊഴുന്നു ഞാൻ. സയൻസ് ദശകം, സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം എന്താണ് ഈ കവിതയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നോക്കാം. കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിനു തൊഴുന്നു ഞാൻ. പണ്ട് കാലത്ത് പല കാര്യങ്ങളെക്കുറിച്ചും പല പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചും മനുഷ്യർക്ക് മൂഢധാരണകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അതുപോലെ നമ്മളൊക്കെ ഇന്ന് വളരെ സുലഭമായി കറികളിലും മറ്റും ഉപയോഗിക്കുന്ന തക്കാളി പോലെയുള്ള പച്ചക്കറികൾ വിഷമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതിയിലുള്ള വസ്തുക്കളെക്കുറിച്ച്, പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ച് ഒക്കെ തെറ്റായ പല ധാരണകളും മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ ധാരണകളെ ഒക്കെ പൊളിച്ചടുക്കിയത് ആരാണ്? അത് സയൻസാണ്. സയൻസാണ് മനുഷ്യനെ ആത്യന്തികമായ സത്യം കാട്ടിക്കൊടുത്തത്. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, എങ്ങനെയാണ് മനുഷ്യരുണ്ടായത്, എങ്ങനെയാണ് മൃഗങ്ങൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു വന്നത്, എങ്ങനെയാണ് പരിണാമം സംഭവിച്ചത്, അങ്ങനെയുള്ള 100 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയത് ആര് മാത്രമാണ്? അത് സയൻസാണ്. അങ്ങനെയുള്ള സയൻസിനെ, ഇവിടുത്തെ ഇരുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലെ അജ്ഞതയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമോ അറിവോ ഇല്ലാത്തപ്പോഴാണ് അവയെക്കുറിച്ച് നാം അന്ധവിശ്വാസങ്ങൾ സൃഷ്ടിച്ചു വെക്കുന്നത്. എന്നാൽ സയൻസ് അവയെ ഖണ്ഡിച്ചുകൊണ്ട് അവയ്ക്ക് പിന്നിലെ ശാസ്ത്രം എന്താണ് എന്ന് നമ്മെ വെളിപ്പെടുത്തുമ്പോൾ അവിടെ സത്യങ്ങൾ വെളിപ്പെടുകയാണ്. അങ്ങനെയുള്ള സയൻസിനെ ഞാൻ തൊഴുന്നു. വെളിച്ചം മിന്നൽ ചൂടൊച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടും അത്ഭുതങ്ങൾ വെളിക്കാക്കും സയൻസിനു തൊഴുന്നു ഞാൻ. എന്തൊക്കെയാണ്? വെളിച്ചം, എങ്ങനെയാണ് ഭൂമിയിൽ ഈ വെളിച്ചം കിട്ടുന്നത്, പകലും രാത്രിയും എങ്ങനെയുണ്ടാകുന്നു, പിന്നെ മിന്നൽ എങ്ങനെയുണ്ടാകുന്നു, ചൂട് എങ്ങനെയുണ്ടാകുന്നു, ശബ്ദം എങ്ങനെയുണ്ടാകുന്നു, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സത്യങ്ങളെ, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അത്ഭുതകരമായ വസ്തുതകളെ നമുക്ക് മനസ്സിലാക്കി തന്നത് സയൻസാണ്. അങ്ങനെയുള്ള സയൻസിനെ ഞാൻ തൊഴുകയാണ്. അതായത് മനുഷ്യൻ ഇന്നു കാണുന്ന എല്ലാ പ്രതിഭാസങ്ങളും
എല്ലാ ശാസ്ത്ര സത്യങ്ങളും എങ്ങനെ വെളിവാക്കപ്പെട്ടവയാണ്? നിരന്തരമായ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ മഹാരഥന്മാർ നമുക്ക് പറഞ്ഞു തന്നവയാണ്, അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യന് പുരോഗമിക്കാനും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിത രീതി കെട്ടിപ്പടുക്കാനും സാധിച്ചത് എന്നാണ് സഹോദരൻ അയ്യപ്പൻ ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അധ്യായത്തിലേക്ക് പോകാം. അധ്യായത്തിന്റെ മുന്നോടിയായി 2 വരികൾ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നേരറിവിന്റെ ഭ്രമണപഥങ്ങളിലൂടെ മനുഷ്യന്റെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മനുഷ്യന് ആദിമകാലത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെക്കുറിച്ച്, പ്രതിഭാസങ്ങളെക്കുറിച്ച് ഒക്കെ മനുഷ്യന് ഒരുപാട് മൂഢധാരണകൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലുമൊക്കെ ദേവതകളുടെ കണ്ണുനീരാണ് മഴ എന്നും, പുഴയൊഴുകി വരുന്നത് ഏതെങ്കിലും ദേവതകൾ കരയുമ്പോഴാണ് എന്നും, ഇടിശബ്ദം ആകാശത്ത് ഏതെങ്കിലും ദേവന്മാർ തമ്മിലുള്ള യുദ്ധമാണെന്നും ദ്വന്ദ്വയുദ്ധമാണെന്നും ഒക്കെ നമ്മൾ കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് നമുക്ക് എല്ലാത്തിനും കൃത്യമായ ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ശാസ്ത്രം വളർന്നപ്പോഴാണ്. അങ്ങനെയുള്ള നേരായ അറിവിന്റെ ഭ്രമണപഥങ്ങളിലൂടെ, അതായത് പാതയിലൂടെയാണ് മനുഷ്യന്റെ മുന്നേറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കിയിരിക്കുന്നത്. പ്രയാണം എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം. ആദ്യം ഈ കവിതയൊന്ന് വായിക്കുകയാണ്, അതിനുശേഷം നമുക്ക് വിശകലനം ചെയ്യാം. ആണ്ടുകളലിയുന്നു നിമിഷങ്ങളിൽ കാലം, നീണ്ട കാലുകൾ നീട്ടിവച്ചകലുന്നു, തൻ കടിഞ്ഞാണും കൊണ്ടു കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം. ഇന്നലെ സങ്കൽപ്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കൂമ്പിയ കിനാവിന്നത്തെ കനിയായി, വാടി വീണേക്കാം നാളെ തയ്യുകൾ, പക്ഷേ പുത്തൻ വാടികളനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ. പരിവർത്തനത്തിൻ്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ. ചുറ്റിലും പരമാണുമണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയുമീ അന്തരീക്ഷത്തിൽ കൂടി. പൊയ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കേറിയെത്തിയ ഞങ്ങൾ, പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിൻ്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം. ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ, ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും. കരളിൻ നാളം കത്തി
കത്തിനീറിയ മെഴുകിൻ്റെ തിരികൾ 100,000 മുരുകി തീർന്നു നീളേ. നാൽക്കവലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ. മരിച്ചിട്ടില്ല ഞങ്ങളിന്നോളമൊരു നാളും, മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. ആദി തൊട്ടിന്നോളവും 1000 പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ. ചങ്ങലത്തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ. ഞങ്ങളിൽ രൂപം കൊള്ളൂ നിമിഷം തോറും കാലം, ഞങ്ങൾ തൻ ഭാവപ്രാണ സ്പന്ദന സമാഹാരം. മുളങ്കാട് വയലാർ രാമവർമ്മ. നമുക്കിനി ഈ അധ്യായത്തിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാം. ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ, കാലം നീണ്ട കാലുകൾ നീട്ടിവെച്ചകലുന്നു. എന്താണ് ആണ്ടുകൾ അലിയുന്നു നിമിഷങ്ങളിൽ എന്ന് വെച്ചാൽ എന്താണ്? വർഷങ്ങൾ പിന്നിലേക്ക് ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലം അതിൻ്റെ നീണ്ട കാലുകൾ നീട്ടിവെച്ച് അകലുന്നു. കാലം ഇങ്ങനെ അതിൻ്റെ നീണ്ട കാലുകൾ കൊണ്ട് ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമയം ഇത് കഴിയുമ്പോൾ, ഈ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതില്ല. ഇപ്പോഴുള്ള 1 മണിക്കൂർ സമയം, ആ സമയം കടന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല അല്ലേ. അങ്ങനെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ. നീണ്ട കാലുകൾ എന്നിവിടെ സൂചിപ്പിക്കാൻ കാരണം കാലം അതിവേഗത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്. തൻ കടിഞ്ഞാണും കൊണ്ടു കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം. അപ്പോൾ കാലത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, കാലം അങ്ങനെ വെറുതെ കടന്നു പോയാൽ പോരല്ലോ, സമയം അങ്ങനെ വെറുതെ പാഴായി പോകാനുള്ളതല്ല. മനുഷ്യരാശിക്ക് പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ ഈ കാലത്തിൽ, ഈ സമയത്തിൽ സംഭവിക്കേണ്ടതുണ്ടല്ലേ. മനുഷ്യന് ഉപകാരപ്രദമായ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യുന്നതിനു വേണ്ടി ശാസ്ത്രലോകം ഓരോ നിമിഷവും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സങ്കല്പത്തിൻ മന്ദാരമലർക്കാവിൽ നിന്നു കോമ്പിയ കിനാവ് ഇന്നത്തെ കനിയായി. ഇന്നലെ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുൻതലമുറക്കാർ ഒരു സ്വപ്നം എന്ന വണ്ണം മനസ്സിൽ കരുതിയിരുന്ന പലതും ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ന് എന്തായിരിക്കുന്നു? ഇന്നത്തെ കനിയായി മാറിയിരിക്കുന്നു. ഇന്ന് അവയൊക്കെ ഫലം കണ്ടിരിക്കുന്നു. ചെറിയ ഒരു ഉദാഹരണം പറയാം. നമ്മൾ രാമായണ കഥ പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട്, രാവണൻ സീതയെ എങ്ങനെ കൊണ്ടുപോയി എന്നാണ്? പുഷ്പക വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അത് നമ്മുടെ പൂർവികന്മാരുടെ ഒരു കൽപ്പനയാണ്, അല്ലെങ്കിൽ ഒരു ഭാവനയാണ്. അങ്ങനെ പറക്കുന്ന വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള അവരുടെ സങ്കല്പമാണ് അവരവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതൊരു സങ്കല്പം മാത്രമാണോ? അല്ല. നമുക്കിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ പറക്കുന്ന വാഹനങ്ങളുണ്ട്. എന്താണത്? വിമാനങ്ങളുണ്ട് അല്ലേ. അതുപോലെ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള വാഹനങ്ങളുമൊക്കെ നമുക്കിന്നുണ്ടല്ലേ. സ്പേസ് ഷട്ടിലുകളും മറ്റുമൊക്കെ നമുക്കിന്ന് ഉണ്ട്. അപ്പോൾ മനുഷ്യൻ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാത്രമല്ല പറന്നു പോകാൻ ആരംഭിച്ചത്, ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ആകാശഗോളങ്ങളിലേക്കൊക്കെ പറക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നലെ സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് മനുഷ്യൻ യാഥാർത്ഥ്യമാക്കി എടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ പഴങ്ങളാക്കി, അതിൻ്റെ ഫലങ്ങളാക്കി മാറ്റി എടുത്തിരിക്കുകയാണ്. ഇന്നലെ അതൊരു പൂവായി, ഒരു സങ്കല്പമായി മനസ്സിൽ നിന്നെങ്കിൽ ഇന്ന് അതൊരു പഴമായിട്ട്, ഒരു ഫലമായിട്ട് മാറിയിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. വാടി വീണേക്കാം നാളെ തയ്യുകൾ, പക്ഷേ പുത്തൻ വാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാവൂ. പല പ്രതീക്ഷകളും എങ്ങനെയുള്ളവയായിരിക്കാം? വാടിപ്പോകുന്നവയായിരിക്കാം. ഇന്നത്തെ പല കണ്ടുപിടുത്തങ്ങളും നാളെ എന്തായി മാറാം? നാളെ അത്
ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറാം അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ അപ്പോഴും എന്ത് ചെയ്യണം? പക്ഷേ പുത്തൻ പാടികൾ അനുക്ഷണം വിരിഞ്ഞേ മതിയാകൂ. അപ്പോഴും പുത്തൻ പരീക്ഷണങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെ വേണം. നിങ്ങൾക്കറിയാം, നിങ്ങളിന്ന് ഉപയോഗിക്കുന്ന ഫോണിന് ഒരുപാട് മുൻ തലമുറക്കാരുണ്ടായിരുന്നു അല്ലേ? ആദ്യം നമ്മുടെ മേശപ്പുറത്തിരിക്കുന്ന കറക്കി വിളിക്കുന്ന ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കയ്യിൽ കൊണ്ടു കിടക്കാൻ സാധിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉണ്ടായി. ഇന്ന് ആ മൊബൈൽ ഫോൺ തന്നെ ടച്ച് സ്ക്രീൻ ഉള്ളവയായി മാറി. അപ്പോൾ ഓരോ കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ പഴയത് പലതും എന്തായിത്തീരാം? അവ വാടി വീണവയായി, അല്ലെങ്കിൽ അവ കാലഹരണപ്പെട്ട് അത് പോയെന്നിരിക്കാം. പക്ഷെ അപ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയുടെ പുരോഗമനത്തിന് വേണ്ടി ഉണ്ടായേ തീരൂ. പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം കേൾക്കാമരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ. പരിവർത്തനം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ്. ഞാണൊലി എന്ന് പറഞ്ഞാൽ വില്ലിന്റെ ശബ്ദം, വില്ലിന്റെ ഞാണ് വലിച്ചു വിടുമ്പോഴുണ്ടാകുന്ന ശബ്ദം. അതാണ് പരിവർത്തനത്തിന്റെ ഞാണൊലി എന്ന് പറഞ്ഞാൽ. ഓരോ നിമിഷവും സമൂഹത്തിൽ, ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ പത്രം കാണുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ പുതിയതായി കണ്ടുപിടിക്കപ്പെട്ട സാങ്കേതിക വിദ്യകളെയും ഉപകരണങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ രോഗാണുക്കളെ ആകട്ടെ, പുതിയ കണ്ടുപിടുത്തങ്ങളെ ആകട്ടെ, പുതിയ ഉപകരണങ്ങളെ ആകട്ടെ, പുതിയ വാഹനങ്ങളെ ആകട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു? പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഓരോ നിമിഷവും ഉണ്ടാകുന്ന ഈ കണ്ടുപിടുത്തങ്ങളുടെ വെളിച്ചത്തെയാണ്, ആ സത്യത്തെയാണ് ഇവിടെ ഞാണൊലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ചുറ്റിലും പരമാണുമണ്ഡല സഹസ്രങ്ങൾ പെറ്റുപെറ്റടിയും ഈ അന്തരീക്ഷത്തിൽ കൂടി. എങ്ങനെയാണ്? ചുറ്റിലും പരമാണുമണ്ഡല സഹസ്രങ്ങൾ. എന്താണ് ഈ പരമാണുമണ്ഡലം എന്ന് പറഞ്ഞാൽ? നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ സൂക്ഷ്മജീവികൾ ഉണ്ടല്ലോ. അതായത് മൈക്രോ ആയിട്ടുള്ള തീരെ ചെറിയ അണുക്കൾ മുതൽ, ചെറിയ ജീവികൾ, സൂക്ഷ്മ അണുക്കളും ആറ്റത്തിന്റെ വലിപ്പമുള്ള കണികകളും മുതൽ പിന്നെ എന്തൊക്കെയുണ്ട്? വലിയ ഗാലക്സികൾ വരെ നാം ഈ ജീവിക്കുന്ന പ്രപഞ്ചത്തിലുണ്ട്. ആയിരക്കണക്കിന്, ഒന്നും രണ്ടുമല്ല, സഹസ്രങ്ങളാണ്. സഹസ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്. നമ്മുടെ കണ്ണിൽ കാണാനാകാത്ത സൂക്ഷ്മജീവികളും സൂക്ഷ്മ വസ്തുക്കളും മുതൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഗാലക്സികൾ വരെ, വലിയ വലിയ നക്ഷത്ര സമൂഹങ്ങൾ വരെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. അങ്ങനെയുള്ളതാണ് ഈ അന്തരീക്ഷം, നാം ഈ ജീവിക്കുന്ന പ്രപഞ്ചം. പൊയ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ കേറി കേറി എത്തിയ ഞങ്ങൾ. എന്താണ് പൊയ്പോയ പരകോടി പുരുഷാന്തരങ്ങൾ എന്നറിയാമോ? അതായത് നമുക്ക് മുമ്പ് ജീവിച്ച നൂറുകണക്കിന് തലമുറ, അവർ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളും. ഒരാൾ കണ്ടുപിടിച്ച വസ്തുവിനെ മറ്റൊരാൾ അപ്ഗ്രേഡ് ചെയ്താണ് പുതിയ വസ്തു നിർമ്മിക്കുന്നത്. അത് ഓരോ നിമിഷവും പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കിയാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള പല വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദിമ മനുഷ്യൻ ആദ്യം എവിടെയാണ് ജീവിച്ചിരുന്നത്? മരങ്ങളിലും പാറക്കൂട്ടങ്ങൾക്കിടയിലുമൊക്കെയാണ് ജീവിച്ചിരുന്നത്. പിന്നെ അവൻ സുരക്ഷിതമായ ഇടങ്ങൾക്ക് വേണ്ടി ഗുഹകൾക്കകത്തേക്ക് മാറി. പിന്നീടോ ചുള്ളിക്കമ്പുകളും ഒക്കെ വെച്ച് വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ കെട്ടുറപ്പുള്ള വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് വാതിലുകൾ കണ്ടുപിടിച്ചു. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ അത് കോൺക്രീറ്റ് കെട്ടിടങ്ങളായി, നമ്മൾ ഇന്ന് ഈ കാണുന്ന തരത്തിലുള്ള ആധുനിക ഭവനങ്ങളായി മാറി. അപ്പോൾ ആദ്യമായി ഒരു മനുഷ്യൻ അവന് കയറിക്കിടന്നുറങ്ങാനുള്ള ഒരു ഗുഹ കണ്ടെത്തിയിടത്തു നിന്നാണ് പിന്നീട് പരിവർത്തനങ്ങളിലൂടെ, മാറ്റങ്ങളിലൂടെ നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളും വീടുകളും ഒക്കെ നിർമ്മിക്കപ്പെട്ടത്. ഇതുപോലെ ഓരോ വസ്തുക്കളിലുമുണ്ട് ഈ പരിവർത്തനം. ആദ്യകാലത്ത് മൃഗങ്ങളെ ഉപയോഗിച്ച് സഞ്ചരിച്ചിരുന്നു. പിന്നീട് മൃഗങ്ങളെ പൂട്ടിയ വാഹനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നീട് മോട്ടോർ വാഹനങ്ങൾ വന്നു. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുള്ള വാഹനങ്ങൾ വരെ എത്തി നിൽക്കുന്നു. ഇതുപോലെ ഓരോ കാര്യത്തിനും നമ്മുടെ നൂറുകണക്കിന് മുൻപുള്ള തലമുറകളിലെ പൂർവികന്മാർ പ്രയത്നിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള പരിവർത്തനങ്ങളിലേക്ക്, മാറ്റങ്ങളിലേക്ക്, നേട്ടങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം. എന്തൊക്കെയാണ്? പേന, അതായത് വിദ്യാഭ്യാസം, അക്ഷരത്തിന്റെ മാഹാത്മ്യം. പിന്നെ പടവാള്, ആയുധങ്ങൾ. ആയുധങ്ങൾ എന്തിനായിരുന്നു? നമുക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടി നാം ആയുധങ്ങൾ കണ്ടുപിടിച്ചു.
പിന്നെ ശാസ്ത്രം, മനുഷ്യന്റെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ഇവയെല്ലാം ചേർന്നിട്ടാണ് പ്രേമത്തിന്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു നിത്യം. ഇവയോരോന്നും നമ്മുടെ ജീവിതത്തിന് കനത്ത സംഭാവനകൾ നൽകിയതുകൊണ്ടാണ്. പേന എന്താണെന്ന് പറഞ്ഞു? അക്ഷരമല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ നേടിയ സംസ്കാരം. പിന്നെ പടവാൾ എന്താണ്? നമ്മെ ആക്രമിക്കാൻ വന്ന മനുഷ്യരെ അല്ലെങ്കിൽ ശക്തികളെ തടയാൻ വേണ്ടി നാം കണ്ടുപിടിച്ച ആയുധങ്ങൾ. പിന്നെ ശാസ്ത്രം, നമ്മുടെ ജീവിതം ഇന്നീ കാണുന്ന തരത്തിലേക്ക് പരിവർത്തനപ്പെടുത്തിയെടുത്ത, മെച്ചപ്പെടുത്തിയെടുത്ത സയൻസ്, അതിൻ്റെ ടെക്നോളജികൾ, ഇതെല്ലാം ചേർന്നിട്ട് ഇവയുടെ എല്ലാത്തിൻ്റെയും കൂടി ആകെ തുകയാണ് നാം ഇന്നീ ജീവിക്കുന്ന ജീവിതം. അങ്ങനെയുള്ള ജീവിതവുമായാണ് നാം എന്ത് ചെയ്യേണ്ടത്? സഞ്ചരിക്കുന്നു നിത്യം, നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിൽ ജീവിക്കുന്നു ഞങ്ങൾ തൻ മുത്തച്ഛന്മാർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പൂർവികന്മാർ നമുക്ക് വേണ്ടി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെ അപ്ഗ്രേഡ് ചെയ്താണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവർ വീട് കണ്ടുപിടിച്ചു, മണ്ണ് വീട് കണ്ടുപിടിച്ചു. നമ്മൾ അതിനെ കോൺക്രീറ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തു. അവർ ടെലിഫോൺ കണ്ടുപിടിച്ചു, നമ്മൾ അതിനെ മൊബൈലായിട്ടും പിന്നെ ടച്ച് ഫോണുകളായിട്ടുമൊക്കെ, സ്മാർട്ട് ഫോണുകളായിട്ടുമൊക്കെ നമ്മൾ അതിനെ പരിവർത്തനപ്പെടുത്തിയെടുത്തു. അങ്ങനെ നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മെ ഇന്ന് ഈ കാണുന്ന തരത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവർ നമ്മളിലൂടെ ജീവിക്കുകയാണ് ഇന്നും. ഞങ്ങളിൽ തുടങ്ങുന്നു നാളെയും മറ്റന്നാളും. ഇന്ന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും നാളെ പല വസ്തുക്കളും കണ്ടെത്തിയെന്നിരിക്കാം. പക്ഷേ നിങ്ങൾ കണ്ടെത്തുന്ന ആ വസ്തുവല്ല, അതിൻ്റെ അവസാനത്തെ പേരല്ല നിങ്ങളുടേത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആ വസ്തുവിന് പിന്നീട് ഒരു അപ്ഡേഷൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു മെഷീൻ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉപകരണം കണ്ടുപിടിക്കുന്നു. നാളെ നിങ്ങൾക്ക് ശേഷം വരുന്ന, നിങ്ങൾക്ക് ശേഷം ഒരു 5 വർഷത്തിന് ശേഷം ആരെങ്കിലും ആ വസ്തുവിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കണ്ടുപിടിച്ചെന്നിരിക്കാം. അപ്പോൾ നിങ്ങളിലും തുടങ്ങുന്നുണ്ട്. നിങ്ങളുടെ അച്ഛൻ അപ്പൂപ്പന്മാർ തുടങ്ങി വെച്ച പലതും നിങ്ങൾ ഏറ്റെടുത്തതുപോലെ നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന പലതും നാളെ വരുന്ന തലമുറ ഏറ്റെടുക്കും. കരളിൽ നാളം കത്തി നീറിയ മെഴുകിന്റെ തിരികൾ 100,000 ഉരുകിത്തീർന്നു നീളെ. അതായത് കരളിൽ നാളം കത്തി നീറിയ മെഴുകെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മെഴുകുപോലെ ഉരുകിത്തീർന്ന, അതായത് ജീവിതം ചെലവഴിച്ച ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പറയാറില്ലേ, നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്ന പല വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചത് നമ്മുടെ പൂർവികന്മാരാണ്. അവരൊരു പക്ഷേ അവരുടെ വാർദ്ധക്യകാലത്തിലായിരിക്കാം ആ മരങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കുക. അത് അവർക്ക് അതിൽ നിന്ന് ഫലമെടുത്ത് കഴിക്കാമെന്നുള്ള പ്രതീക്ഷയുടെ പുറത്തല്ല. എൻ്റെ മക്കളും മക്കളുടെ മക്കളും ഇതിൻ്റെ ഫലം അനുഭവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അവർ ആ ചെടി അല്ലെങ്കിൽ ആ തൈ അവിടെ നട്ടത്. അതുപോലെ നമുക്ക് വേണ്ടി അധ്വാനം ചിലവഴിച്ച 100 തലമുറകൾ നമുക്ക് മുൻപുണ്ട്. അവരാണ് നമുക്ക് വേണ്ടി കത്തിയെരിഞ്ഞ മെഴുക് എന്ന് പറയുന്നത്. തിരികൾ 100,000 ഉരുകി തീർന്നു നീളെ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ പ്രയത്നമാണ് നമ്മൾ ഇന്നീ ജീവിക്കുന്ന ജീവിതം. 4 കവലകൾ തോറും ഞങ്ങളീ വരും വഴി നാട്ടിയ ദീപസ്തംഭ ശ്രേണികൾ കണ്ടോ പിന്നിൽ. നമ്മൾ ഇന്ന് നടന്നു വരുന്ന വഴിക്ക് കാണുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടമെല്ലാം നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു തലമുറ തുടങ്ങി വെച്ചതാണ്. അവർ തുടങ്ങി വെച്ച ഓരോ നേട്ടവും എങ്ങനെ കാണപ്പെടുന്നു? വരുന്ന വഴിയിലെ ദീപസ്തംഭങ്ങളായിട്ട്, അതായത് നമുക്ക് വഴി കാണിക്കാനുള്ള വഴി വിളക്കുകളായിട്ട് നിലനിൽക്കുകയാണ് ഇന്നും. മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും, മരിക്കില്ലൊടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ. അവരന്നാ കണ്ടെത്തിയ സാങ്കേതിക വിദ്യകളും വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് നാം ഇന്നീ കാണുന്ന ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല? മരിക്കുന്നില്ല. ഇന്ന് നമ്മളൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ആദ്യമായി കണ്ടെത്തിയ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, അതിനെ നമ്മൾ മറന്നു കളയുന്നില്ല. ഇന്ന് നമ്മളൊരു സിനിമ കാണുമ്പോൾ ആദ്യം ഉണ്ടായ സിനിമ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കണ്ടറിവുണ്ട് അല്ലേ, അല്ലെങ്കിൽ കേട്ടറിവുണ്ട്. അതെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്നൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ ആദ്യകാലത്തെ ഫോൺ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ധാരണയുണ്ട്. ഇന്നൊരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ആദ്യകാലത്തെ വാഹനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വസ്തുക്കളും, നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും പണ്ട് ആരോ കണ്ടുപിടിച്ചതിൻ്റെ കൂടുതൽ മെച്ചപ്പെട്ട വേർഷനുകളാണ് എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ അവരാരും മരിക്കുന്നില്ല. അവരുടെ സൃഷ്ടിശക്തികൾ ഇന്നും നമ്മളിലൂടെ ജീവിക്കുന്നുണ്ട്. ആദി തൊട്ടിന്നോളവും 1000 പരിണാമ രീതികൾ കടന്നെത്തും ജീവന്റെ വികാസങ്ങൾ. ആദി എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായ കാലം മുതൽ
ആദ്യത്തെ ജീവാണു ഉണ്ടായത് മുതൽ ഇന്നിക്കാണുന്ന കോടാനുകോടി ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടം വരെയും ഒരുപാട് മാറ്റങ്ങൾക്ക് ഈ ഭൂമി സാക്ഷിയായിട്ടുണ്ട്. ചങ്ങല തുടർ പോലെ കൊളുത്തി കൂട്ടിപ്പോന്ന ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ. എങ്ങനെയാണ് ഒരു ചങ്ങലയുടെ തുടർച്ച പോലെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഈ വികാസങ്ങൾ ഇങ്ങനെ കൊളുത്തി പടർന്ന് കൂട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെയാണ്? ചങ്കിലെ ഞരമ്പുകൾ വിടർത്തും സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ തലമുറ നമുക്ക് പലതും പകർന്ന് തന്നു. നാം അതിനെ ഏറ്റെടുത്ത് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആക്കി അടുത്ത തലമുറയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ തലമുറ അത് ഏറ്റെടുത്ത് അവരുടെ അടുത്ത തലമുറയ്ക്ക് അത് വിതരണം ചെയ്യും. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒരു ചങ്ങല പോലെ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആ ചങ്ങല എന്തുപോലെയുള്ളതാണ്? ചങ്കിലെ ഞരമ്പുകൾ പോലെയാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക്, മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് പടരുന്ന ഒരു സംസ്കാര ബോധം കൂടിയാണ് അത്. ഞങ്ങളിൽ രൂപം കൊള്ളുവൂ നിമിഷം തോറും കാലം, ഞങ്ങൾ തൻ ഭാവപ്രാണ സ്പന്ദന സമാഹാരം. ഇന്ന് ഈ കവിത പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളാകട്ടെ, ഞാനാകട്ടെ, നമ്മളും കാലത്തിന്റെ ഭാഗമാണ്. നമ്മളും സമൂഹത്തിന് വേണ്ടി, പ്രപഞ്ചത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ മാത്രമല്ല, നമ്മുടെ അടുത്ത തലമുറയും കൂടിയാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയുള്ളവരായി തീരുന്നു? ഞങ്ങൾ തൻ ഭാവപ്രാണ സ്പന്ദന സമാഹാരം. എവിടെയാണ്? ഈ കാലത്തിന്റെ മാറ്റത്തിലൂടെ, ഈ കാലത്തിൽ നിന്നുകൊണ്ട് ഇവിടെ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എന്തായി തീരുന്നു? നമ്മളും കാലത്തിന്റെ, നിമിഷത്തിന്റെ, മാറ്റത്തിന്റെ ഒക്കെ ഭാഗമായി തീരുകയാണ്. ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സാരം. അപ്പോൾ എന്താണ് ഈ കവിതയുടെ മൊത്തത്തിലുള്ള ആശയം എന്നൊന്ന് പറയാം. അതായത് ആദിമകാലം മുതൽ മനുഷ്യൻ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. മനുഷ്യൻ സ്വയം ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്, അല്ലേ? ഇന്ന് കാണുന്ന തരത്തിലുള്ള മനുഷ്യരല്ല പണ്ടുണ്ടായിരുന്നത്. നിരവധി നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു മനുഷ്യജീവിയായി നാം മാറിയത്. ആ മാറ്റത്തിനിടയിൽ നമുക്ക് സാംസ്കാരികമായ പല മാറ്റങ്ങളും ഉണ്ടായി. എങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്? നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, വസ്ത്രധാരണ രീതി, കുടുംബ വ്യവസ്ഥ, അങ്ങനെ എല്ലാം മാറി. ഇതെല്ലാം മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിന്റെ കടന്നുവരവും അതിലൂടെ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളുമാണ്. ശാസ്ത്രം കടന്നു വരികയും പ്രകൃതി പ്രതിഭാസങ്ങളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയും ചെയ്തു. മഴയുണ്ടാകുന്നത് എങ്ങനെ, ജീവികൾ ജനിക്കുന്നത് എങ്ങനെ അവ മരിച്ചു പോകുന്നു, എങ്ങനെയാണ് പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം, എല്ലാത്തിനുമുള്ള ഉത്തരം എവിടെയുണ്ട്? ശാസ്ത്രത്തിന്റെ കയ്യിലുണ്ട്. ആ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെയും ശാസ്ത്രത്തിന്റെ സത്യത്തിലൂടെയുമാണ് മനുഷ്യരാശി ഇന്ന് നിലനിൽക്കുന്നത്. ശാസ്ത്രമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ കാലം വളരെ വേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതാത് കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യർ സമൂഹത്തിന് വേണ്ടി പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കണ്ടെത്തി വെക്കുകയും അതിനെ തുടർന്ന് വരുന്ന തലമുറകൾ അത് ഏറ്റെടുത്ത് അപ്ഗ്രേഡ് ചെയ്യുകയും അപ്ഡേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അടുത്ത തലമുറയ്ക്ക് അതിനെ കൈമാറുന്നു. അവരത് ഏറ്റെടുത്ത് അടുത്ത തലമുറയ്ക്ക്. അങ്ങനെ മനുഷ്യരാശിയുടെ ഇതുവരെയുള്ള ചരിത്രം മുഴുവനും മനുഷ്യൻ പരിവർത്തനത്തിന് വിധേയനാവുകയും വിധേയപ്പെട്ടുകൊണ്ട് തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ശാസ്ത്രത്തിന് അനുബന്ധമായി ശാസ്ത്രത്തോട് ഇടപഴകിയാണ് മനുഷ്യ ജീവിതവും കാലവും തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് വയലാർ രാമവർമ്മ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിനെ തുടർന്ന് ഈ അധ്യായത്തിന്റെ പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളാണ് നൽകിയിരിക്കുന്നത്. അവ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങൾ രൂപീകരിക്കാനും ശ്രമിക്കണം. നിങ്ങളുടേതായ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.